ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് ഭാരതത്തിനെതിരെ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട് ലഷ്കർ-ഇ-തയ്ബ സ്ഥാപകൻ ഹാഫിസ് സയ്യിദ് പാകിസ്ഥാനിൽ നടന്ന റാലിയിൽ ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചു. തന്റെ ആളുകൾ കിഴക്കൻ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും സജീവമാണെന്നും ഭാരതത്തിന് മറുപടി നൽകാൻ തയ്യാറാണെന്നും ഹാഫിസ് സയ്യിദ് പരസ്യമായി പറഞ്ഞു. अगर तुमने जिहाद का सबक पढ़ा है 10 मई की रात को जब तुम मैदान के अंदर उतरे हो, अल्लाह रब्बुल आलमीन ने दुनिया के अंदर तुम्हें सुपर ताकत बना दिया है. अगर जिहाद को छोड़ोगे, किताब और सुन्नत को छोड़ोगे, फिर इंडिया तुम्हारे ऊपर चढ़ा हुआ था, अमेरिका उसके साथ था, ये सब कुछ था. आज वो सारे बैठ गए हैं. आज अल्लाह रब्बुल आलमीन ने दुनिया के अंदर तुम्हें खड़ा कर दिया है. तुम दो जुमले कहते हो, तुम कश्मीर की बात करते हो, हिंदुस्तान के 200 चैनल चीखना शुरू हो जाते हैं. अल्लामा इब्तिसाम ज़हीर बांग्लादेश के अंदर गए हैं. जब उन्होंने कश्मीर की बात की है, वो मशरकी बंगाल जो हमसे छीना गया था, तुमने ये कहा था कि हमने नजरिया पाकिस्तान को खलीजे बंगाल के अंदर डुबो दिया है. ये इंदिरा गांधी ने कहा था. आज अल्लाह के फजल से वो शेर का बेटा खतीब इब्ने खतीब अल्लामा इब्तिसाम ज़हीर आज बांग्लादेश के अंदर अपने बाप की तरह शेर की तरह झाड़ रहा है. वो कश्मीर की बात कर रहा है, वो फलस्तीन की बात कर रहा है. हिंदुस्तान को उसका पेशाब खुश्क हुआ पड़ा है. वो कहता है हाफिज सईद का राइट हैंड बांग्लादेश के अंदर आ गया है. अब बांग्लादेश के अंदर से वो हिंदुस्तान के अंदर आएंगे. ഐസൻ ജോസ് ചേരുന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ഐസൻ, ബംഗ്ലാദേശിനെ തങ്ങളുടെ താവളമാക്കി കഴിഞ്ഞു ഭീകര സംഘടനകൾ. അതനുസരിച്ചുള്ള നയങ്ങളൊക്കെ അവിടെ പ്രാവർത്തികമാക്കുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇടക്കാല സർക്കാരിന്റെ കീഴിൽ കണ്ടതാണ്. ഇപ്പോൾ ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് ഭാരതത്തിനെതിരെ ആക്രമണം നടത്താൻ ലഷ്കർ-ഇ-തയ്ബ സ്ഥാപകൻ ഹാഫിസ് സയ്യിദ് പദ്ധതിയിടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? ഒരു റാലിയിലാണല്ലോ ഇക്കാര്യം അയാൾ പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. തീർച്ചയായും രോഹിണി, ഒക്ടോബർ 30 നടന്ന റാലിയിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഈ അടുത്ത മണിക്കൂറുകളിലാണ് പുറത്തു വരികയും ചെയ്തത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഇത്തരത്തിലുള്ള ഒരു ഭീകരമായ ഒരു പ്രഖ്യാപനം തന്നെ നടത്തുകയായിരുന്നു. അതായത് ഹാഫിസ് സയ്യിദ് വെറുതെ ഇരിക്കുകയല്ല, ഭാരതവുമായി യുദ്ധം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ബംഗ്ലാദേശിന്റെ ഭൂമിയിൽ നിന്നും തങ്ങൾ ആക്രമണം നടത്തും, അത് വാക്ക് തരുന്നു. അതായത് ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് പ്രതികാരം ചെയ്യുമെന്നൊരു വ്യാഖ്യാനമാണ് ഈ ഹാഫിസ് സയ്യിദിന്റെ ഒരു കമാൻഡർ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട കമാൻഡർ സൈഫുള്ള സൈഫ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതീവ ഗൗരവമേറിയ ഒരു ഭീഷണി തന്നെയാണ് ഭാരതത്തിന് മുന്നിൽ ഉയർത്തിയിരിക്കുന്നത് എന്നതൊരു വസ്തുത തന്നെയാണ്. ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുമെന്ന് കൃത്യമായി തന്നെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അതിനെ യുക്തിഭദ്രമായി ചിന്തിക്കാവുന്ന ചില സാഹചര്യങ്ങൾ കൂടി ബംഗ്ലാദേശിന്റേത് ചേർത്ത് വായിക്കേണ്ടി വരും. നേരത്തെ നമുക്കറിയാവുന്നതാണ്, വിവാദ മതപ്രവാചകൻ അല്ലെങ്കിൽ മതപ്രഭാഷകൻ സാക്കിർ നായിക്കിനെ നവംബർ 28 മുതൽ ഡിസംബർ 20 വരെ ആ ബംഗ്ലാദേശിൽ മുഴുവൻ യാത്ര ചെയ്ത് ഇത്തരത്തിലുള്ള ഭീകര പ്രചരണങ്ങൾ നടത്തുന്നതിന് അനുമതി നൽകി, വിസ നൽകിയ ഒരു തീരുമാനം ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, നമുക്കറിയാവുന്നതാണ്, ഈ അടുത്ത ദിവസങ്ങളിലാണ് ആസാമിനെയും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും ബംഗ്ലാദേശിനോട് ചേർത്ത് വിശാല ബംഗ്ലാദേശ് എന്ന് പറയുന്ന രീതിയിൽ ഒരു സംവിധാനം ഒരുക്കി. ആ സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിന്റെ സൂചന നൽകി പാകിസ്ഥാനിലെ കമാൻഡർക്ക് തന്നെ ആ മാപ്പ് നൽകുന്നു. അത്തരത്തിൽ ഒരു സംവിധാനം, അത്തരത്തിലൊരു നീക്കം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുമെന്ന സൂചന നൽകുന്ന ഈ ഇത്തരത്തിലുള്ള മാപ്പുകൾ നൽകുന്നു. അത്തരത്തിൽ പല തരത്തിലുള്ള അതിക്രമങ്ങൾ നടത്താനുള്ള സാധ്യത പാകിസ്ഥാനുമായി ചേർന്ന് തങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പരസ്യമായി സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്ന് പലതവണ ഉണ്ടായിരുന്നു. ഈ രണ്ട് സാഹചര്യങ്ങളും ചേർത്ത് വായിക്കുമ്പോഴാണ് ഒരു പരിധി വരെ, അല്ലെങ്കിൽ പൂർണ്ണമായും തന്നെ ഭാരതത്തിനെതിരായ യുദ്ധം ഇനി കേന്ദ്രീകരിക്കുക ബംഗ്ലാദേശിൽ നിന്നാണ്. പ്രത്യേകിച്ച് ലഷ്കർ-ഇ-തോയ്ബ പോലുള്ള ഭീകര സംഘടനകൾ, ഹാഫിസ് സയ്യിദ് പോലുള്ള അതിഭീകരന്മാരെല്ലാം തന്നെ കേന്ദ്രീകരിക്കുക എന്ന് ഉറപ്പിച്ചു പറയാവുന്ന ഒരു വിശദീകരണം, അല്ലെങ്കിൽ ഉറപ്പിച്ചു പറയാവുന്ന വ്യക്തമായ ഒരു തെളിവാണ് ഇപ്പോൾ ഈ കമാൻഡറുടെ വാക്കുകളിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. അതീവ ഗൗരവമേറിയ ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ബംഗ്ലാദേശിൽ നിന്നുള്ള അതിർത്തി കടന്ന് നിരവധി പേർ എത്തുന്ന സാഹചര്യം, പലയിടങ്ങളിലും നമ്മൾ അവരെ പിടികൂടുന്ന സാഹചര്യം ഭാരതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇവരുടെയൊക്കെ വരവിന്റെ ലക്ഷ്യം സ്ലീപ്പർ സെല്ലുകൾ പോലുള്ള സംവിധാനങ്ങൾ സൃഷ്ടിച്ച് ആക്രമണം നടത്തുന്നതിനാണോ എന്ന് കൃത്യമായും സംശയിക്കുന്നതിനും അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക്, ആക്രമണ സ്വഭാവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതിനും വഴിവെക്കുന്നതാണ് ഈ നീക്കം എന്ന കാര്യത്തിലും തർക്കമില്ല. തീർച്ചയായും ബംഗ്ലാദേശ് ഈ നിലയിലാണ് തുടരുന്നത് എങ്കിൽ ഭാരതത്തിനെതിരെ യുദ്ധം ചെയ്യാനുള്ള ഈ ഭീകര സംഘടനകളുടെ താവളമായി ബംഗ്ലാദേശ് മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അത് തന്നെയാണ് ഈ വാർത്തയിൽ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.